കൺസിഡറേഷൻ കൊടുക്കുന്ന ബിഗ് ബോസിനെ നമുക്കിന്ന് കാണാനായിട്ട് സാധിച്ചു. എന്താണെന്നല്ലേ പറയാം. അതുപോലെ തന്നെ അനുമോളുടെ നോമിനേഷൻ ബിഗ് ബോസ് കട്ട് ചെയ്തു. ജസ്റ്റ് ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു എന്നല്ലാതെ അവിടെ അനുമോള് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ബിഗ് ബോസ് അവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അല്ല നെവിൻ എന്താണ് ഈ രണ്ട് അഭിപ്രായം, രണ്ട് സ്റ്റാൻഡ്, ഡബിൾ സ്റ്റാൻഡ്? അനുമോളെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നെവിൻ പറഞ്ഞ കാര്യം വളരെ വീക്ക് കണ്ടസ്റ്റന്റ് ആണെന്ന്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ആ സീക്രട്ട് ടാസ്ക് നടക്കുന്ന സമയത്ത് നെവിൻ അതല്ലല്ലോ പറഞ്ഞത്, അനുമോള് ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്നല്ലേ. അപ്പൊ ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ട് സ്റ്റാൻഡാണ്, ഡബിൾ സ്റ്റാൻഡ്. ഇന്ന് നമ്മുടെ നെവിന്റെ ഡബിൾ സ്റ്റാൻഡ് ഷാനവാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു ടാസ്ക് നടക്കുന്ന സമയത്ത്. അപ്പൊ മൊത്തത്തിലുള്ള വിശേഷങ്ങൾ നമുക്ക് പറയാം. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമ്മുടെ എൻഡ്യൂറൻസ് ടാസ്ക് ആണ് നടന്നത്. ഫസ്റ്റ് ടാസ്ക് ആണ്, ടിക്കറ്റ് ഫിനാലേക്കുള്ള ഫസ്റ്റ് ടാസ്ക്. അവർ പുറകിലേക്ക് കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ടാസ്ക് ആണ് അവർക്ക് നൽകിയത്. ഏറ്റവും ഫസ്റ്റ് അതിൽ നിന്ന് പുറത്തായത് നമ്മുടെ ഷാനവാസാണ്. ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹാർട്ടിനൊക്കെ വയ്യാത്ത ഒരാളാണല്ലോ. ഷാനവാസ് അതിൽ നിന്ന് ഫസ്റ്റ് തന്നെ പിടിവിട്ടു. പിന്നെ നമ്മുടെ അനീഷാണെന്ന് തോന്നുന്നു പിടിവിട്ടത്. പിന്നെ നമ്മുടെ നെവിൻ പിടിവിടുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചൊരു വഴിക്കായിട്ടോ. നിങ്ങൾ എന്നെ കളിയാക്കരുത്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് എൻ്റെ അടുത്ത് നിങ്ങൾ പറയും. പക്ഷെ പറയാതിരിക്കുന്നില്ല, ഞാൻ പറയാണ്. എന്നെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, കമന്റിൽ വന്നിട്ട് ഇപ്പം എന്നെ തെറി വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഈ നെവിനാണെങ്കിൽ നിന്നിട്ട് കരച്ചിലോട് കരച്ചില്, എന്റെ പൊന്നു വല്ലാത്തൊരു കരച്ചിലാണ് നെവിൻ അവിടെ നിന്ന് കരയുന്നത്. ആ സമയത്ത് നമ്മുടെ നെവിൻ താഴേക്ക് ഇറങ്ങിയ സമയത്ത് നമ്മുടെ അനുമോള് പറയുന്നുണ്ട്, ആ പ്രസവം കഴിഞ്ഞോ, എന്തു കുട്ടിയാടാന്ന് ചോദിക്കുന്നുണ്ട് നെവിന്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ചിരിക്കാണ് കേട്ടോ ചെയ്തത്. ഞാനതിനെ കോമഡി ആയിട്ടേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ബോഡി ഷേമിങ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല. പക്ഷെ നെവിന്റെ കരച്ചിൽ അങ്ങനെയായിരുന്നു. അപ്പൊ അനുമോൾ അതിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നൂറ് പറയുന്നുണ്ട്, നെവിൻ അതുമെന്ന് വീണ ഒരു വീഴ്ചയുണ്ട് ആ ശബ്ദം. അപ്പൊ ആ ഒരു നല്ല മൂത്ത പഴുത്ത ചക്ക വീണു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നൂറയും കളിയാക്കുന്നുണ്ട്. സത്യത്തിൽ രണ്ട് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത്. ഞാൻ കുറേ ചിരിച്ചു അത് കേട്ടിട്ട്. നെവിന്റെ അടുത്ത് കുറച്ച് മുന്നേ നമ്മുടെ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ അനുമോള് വഴക്കിടുന്നുണ്ട്. ഇത് രാത്രിയാണല്ലോ ടാസ്ക് നടക്കുന്നത്. പകല് നെവിനുമായിട്ട് ഉഗ്രം വഴക്ക് നടക്കുന്നുണ്ട് അനുമോളും സാബുമാനും തമ്മിൽ. ആ സമയത്ത് ഈ നെവിനെയാണെന്നുണ്ടെങ്കിൽ എത്ര വഴക്കിട്ടാലും നെവിന് പറയാനുള്ളത് നിന്റെ പാവ എടുത്ത് നശിപ്പിക്കും, നിന്റെ അതെടുത്ത് നശിപ്പിക്കും, നിന്റെ പാവ ഞാൻ കുത്തിപ്പൊളിക്കുന്നതാണ്. അപ്പോൾ അനുമോളുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടാണ് അനുമോളെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ അനുമോള് പറയുന്നത്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ മുഖത്ത് നോക്കി മനസ്സിലാക്കിയിട, അതായത് മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തികൾ തമ്മിൽ, അല്ലാതെ നീ എന്റെ പാവ നശിപ്പിക്കുക, അതെടുക്കുക ഇതെടുക്കുന്ന പറഞ്ഞിട്ടല്ല നീ ഗെയിം കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അനുമോള് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിന്റെ വയറ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നു. ഇത് മൂന്നായിരുന്നു ഇന്ന് എന്നെ ചിരിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഈ മൂന്ന് കാര്യത്തിന് ഞാൻ ചിരിച്ചൊരു വഴിക്ക്. അപ്പൊ പറഞ്ഞു വന്ന ടോപ്പിക്ക് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഈ എൻഡ്യൂറൻസ് ടാസ്ക് നടക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും ലാസ്റ്റ് അവിടെ മത്സരിക്കാനായിട്ട് നിന്നിരുന്ന മൂന്ന് പേരെന്ന് പറയുന്നത് സാബു, നൂറ, ആര്യൻ, ഇവരാണ് നിന്നിരുന്നത്. ആ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞ അവർക്ക് മൈക്ക് ഊരി മാറ്റാനായിട്ട് പറഞ്ഞു. ആദ്യത്തെ തവണ ഊരി മാറ്റി, എല്ലാവരുടെ അടുത്ത് ചെന്ന് ജസ്റ്റ് ഒരു ഇതിൽ കൈവിട്ട് ഊരി മാറ്റി. അതിനുശേഷം മഴ മാറിയതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞ അവർക്ക് മൈക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം അനുമോളാണ് വന്നിട്ട് മൈക്ക് ഇട്ട് കൊടുക്കുന്നത്. സാബുമാനെ മൈക്ക് ഇട്ട് കൊടുത്തു. നൂറയ്ക്ക് മൈക്ക് ഇട്ട് കൊടുക്കുന്നതിന്റെ ഇട്ട് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആര്യൻ അതും വന്ന് കൈവിട്ടപ്പോൾ അനുമോൾ പറഞ്ഞു, ഞാൻ മൈക്കിടാൻ അവിടേക്ക് എത്തിയില്ലല്ലോ, നീ അതിന് മുമ്പ് കൈവിട്ടു ആരെയും കൈവിട്ടു എന്ന് ഇവരെല്ലാവരും അവിടെ വിളിച്ചു പറഞ്ഞിട്ടും ബിഗ് ബോസ് ഒരു അക്ഷരം വേണ്ടിയില്ല. എന്നിട്ടാണ് അനുമോൾ ചെന്ന് ആര്യനെ ആ മൈക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു അക്ഷരം വേണ്ടിയില്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ ആര്യൻ ഔട്ടാണ്. വിട്ടത് തന്നെയാണ്. അനുമോൾ അവിടെ അടുത്തെത്തുകയോ മൈക്കിടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. നൂറേനെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആര്യൻ അവിടെ കൈവിട്ടിരുന്നു. അപ്പോൾ അവിടെ ബിഗ് ബോസ് ഒരു അക്ഷരം വേണ്ടിയില്ല. നിങ്ങൾ അത് നോട്ട് ചെയ്യുക. പിന്നെ നൂറയ്ക്ക് കൈ കഴിച്ചിട്ടൊന്നുമല്ല, നൂറേനെ മുട്ടിന് വേദനയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നൂറ ഗെയിമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം സാബുവും ആര്യനും തമ്മിലാണ് അവിടെ മത്സരം നടന്നിരുന്നത്. അവിടെ സാബു പറയുന്നുണ്ട് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ നമ്മുടെ സാബു കൈവിട്ടു, ജസ്റ്റ് ഒന്ന് കൈവിട്ടു. അപ്പൊ തന്നെ കൈവച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് സാബുവിൻ്റെ അടുത്ത് മറുപടി പറയാനായിട്ട് ആര്യൻ കൈവിട്ടു. ആര്യനും ഇങ്ങനെ കൈ കാണിച്ചു, ആര്യനും കൈവച്ചു. ഇതേ കാര്യം രണ്ടുപേരും ഒരുമിച്ച്, അതായത് ആര്യ ഫസ്റ്റ് ചെയ്ത സാബു തന്നെയാണ്, പിന്നെയാണ് ആര്യൻ ചെയ്തത്. അപ്പൊ തന്നെ ബിഗ് ബോസ് നമ്മുടെ സാബുമാൻ തോറ്റു, ആര്യൻ വിജയിച്ചിരിക്കുന്നു എന്നവിടെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പ് തോന്നിയില്ല. എന്ന് വെച്ചാൽ അതിനു മുമ്പ് ആര്യൻ അവിടെ കൈവിട്ടിട്ടുണ്ടായിരുന്നു. ആര്യന്റെ അടുത്ത് കാണിക്കുന്ന ഫേവറേറ്റ്സ് ആണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. സാബു ഈ സമയത്ത്
സാബുവാണ് ഫസ്റ്റ് കൈവിട്ടത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനു മുമ്പ് മയക്കിടാനായിട്ട് അനുമോൾ അടുത്തേക്ക് ചെന്നിട്ടാണ് അവൻ കൈവിട്ടതെങ്കിൽ പറയുന്നതിൽ ന്യായമുണ്ട്. അതിനു മുമ്പ് തന്നെ ആര്യൻ അവിടെ കൈവിട്ടിരുന്നു. അതുകൊണ്ട് ആര്യനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ബിഗ് ബോസ് അവിടെ കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനുമോളുടെ നോമിനേഷൻ ഒരു അത്രയും അതിഗംഭീര നോമിനേഷൻ ആയിരുന്നു എന്നുള്ളത് ലൈവ് കണ്ടവർക്കറിയാം. അനുമോള് ഓരോ പോയിന്റുകളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് നെവിനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്തത്. ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു, ലാലേട്ടനെയും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നെവിന്റെ അടുത്ത് കാണിക്കുന്ന ഫേവറിസത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ടായിരുന്നു. അവൻ ചെയ്യുന്ന ഒരു തോന്നിവാസങ്ങളും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നൊരു കാര്യം അനുമോൾ അവിടെ എടുത്തു പറഞ്ഞ കാര്യമാണ്. ഇന്നിപ്പോൾ നമ്മുടെ എപ്പിസോഡ് വന്ന സമയത്ത് അനുമോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെ പോയി? അതെന്താണ് ബിഗ് ബോസിനെ മുക്കിക്കളഞ്ഞത്? അതുപോലെ തന്നെ അക്ബറിനെ കുറിച്ച് പറഞ്ഞത്, അക്ബർ ഇവിടെ നിന്ന് പുറത്തു പോവില്ല എന്നുള്ളത് അക്ബറിനെ അത്ര ഉറപ്പാണ്. കാരണം അക്ബറിനെ ഇവിടെ പിടിപാടുണ്ട്, അതാണ് അക്ബർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യമാണ് അനുമോൾ അവിടെ പറഞ്ഞത്. അതും ബിഗ് ബോസും മുക്കിക്കളഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും പോയിന്റ് അവിടെ അനുമോൾ അവിടെ പറയുന്നതാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിച്ചത്. അനുമോൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് ഞാൻ തന്നെ അനുമോളെ കുറ്റം പറഞ്ഞൊരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനുമോള് ഇത്രയും അതിഗംഭീരമായിട്ട് അവിടെ നോമിനേറ്റ് ചെയ്യുന്നൊരു കാര്യം ഉണ്ടായത്. ബിഗ് ബോസിൽ ആരും തന്നെ ഇത്രയും നന്നായിട്ട് നോമിനേഷൻ നടത്തിയിട്ടില്ല. അനുമോളാണ് ഇന്ന് ആ നോമിനേഷൻ അത്രയും നന്നായിട്ട് ചെയ്തത്. ആ അനുമോള് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അങ്ങ് മുക്കിക്കളഞ്ഞു ബിഗ് ബോസ്. വളരെ മോശം പരിപാടിയാണ് ബിഗ് ബോസ് ചെയ്തത്. കാണുന്ന പ്രേക്ഷകർ മുഴുവൻ പൊട്ടന്മാരല്ലാന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം പ്രേക്ഷകർ ഇത് ഒരുപാട് പേര് കാണും. ഇനി വീട്ടമ്മമാരാണ് ഇത് കാണാതെ പോവുള്ളൂ. സംഭവം ശരിയാണ്, വീട്ടിലുള്ളവർ കാണുന്ന സമയത്ത് അവർ എപ്പിസോഡ് മാത്രമേ കാണുള്ളൂ, അവരാണ് ഇത് കാണാതെ പോവുള്ളൂ. എന്തായാലും അത് മുക്കാനായിട്ട് ബിഗ് ബോസ് അവിടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഈ നെവിൻ എന്താണ് ഈ ഡബിൾ സ്റ്റാൻഡിങ്? നിങ്ങൾ കണ്ടായിരുന്നില്ലേ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ സീക്രട്ട് ടാസ്ക്? ആ സമയത്ത് നെവിനും ആയിരുന്നു പറയുന്നുണ്ട്, എന്തിനാ ആദിലേനെ പുറത്താക്കണം? നമുക്ക് ഈ വീട്ടിലെ ഏറ്റവും സ്ട്രോങ് പ്ലെയറായ നമ്മൾ അനുമോള് പുറത്താക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ഈ പറയുന്ന ഷാനവാസിന്റെ അടുത്ത് ഇവരല്ലേ ചോദിച്ചത്. എന്നിട്ട് ഇവർ രണ്ടുപേരും പ്ലാൻ ഇട്ടത് നമുക്ക് അനുമോളെ പുറത്താക്കാം, അതാണ് ഇവിടുത്തെ നല്ലത്, ഏറ്റവും സ്ട്രോങ് പ്ലെയർ അനുമോളാണ് എന്ന് പറഞ്ഞ ആളാണ്. ഇന്ന് നെവിൻ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറയാണ് ഈ വീട്ടിലെ ഗെയിം കളിക്കാൻ അറിയാത്ത ഏറ്റവും വീക്ക് പ്ലെയർ ആണ് അനുമോൾ എന്ന് പറയുന്നുണ്ടായിരുന്നു. വളരെ മോശം ഡയലോഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നെവിനെ. അല്ല, നീ അവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് നെവിന്? ഞാൻ ഗെയിം കളിക്കാൻ അറിയില്ല എന്നൊന്നും പറയില്ല. നെവിൻ അവിടെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, നന്നായി അനുമോളെ ചൊറിഞ്ഞുകൊണ്ടുള്ള ഗെയിമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നെവിനെ ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. അതായത് നെവിൻ സാബുവിനെ നോമിനേറ്റ് ചെയ്തു. സാബു അനുമോളുടെ പട്ടാണെന്നും ചെലങ്കയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നെവിൻ അവിടെ നോമിനേറ്റ് ചെയ്തത്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാബു നെവിനെ നോമിനേറ്റ് ചെയ്തു. അക്ബറിന്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് കളിപ്പാവയാണ്, അക്ബറിന്റെ മരപ്പാവയാണ്, അങ്ങനെ കുറച്ച് വേടൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് സാബു. ഇത് കേട്ടപ്പോൾ പിന്നെ നെവിൻ അങ്ങ് കയറി തുള്ളിയില്ലേ. നെവിൻ പിന്നെ സാബുവിന്റെ അടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. അതായത് നെവിനെ എന്തു പറയാം, എന്നാൽ നെവിനെ കുറിച്ച് വല്ലവരും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അവനെ വലിയൊരു നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെവിൻ അവന്റെ വിചാരം അവനെന്തോ വലിയ സംഭവമാണെന്നാണ്. കാരണം മറ്റൊന്നുണ്ടല്ല, ബിഗ് ബോസും ചോദ്യം ചെയ്യാറില്ല, ലാലേട്ടനും നെവിനെ ചോദ്യം ചെയ്യാറില്ല എന്ന് ഇന്ന് അനുമോൾ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണ് അനുമോൾ ഇന്ന് വിളിച്ചു പറഞ്ഞത്. ബിഗ് ബോസ് അത് നൈസായിട്ട് മുക്കുകയും ചെയ്തു. അതാണ് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്. ഇന്നിപ്പോ നോമിനേഷനിൽ ആദില വരാത്തത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിട്ടോ. ഇന്ന് അക്ബർ ഒരു വോട്ട് ആദിലേക്ക് ചെയ്തിരുന്നു. വേറെ ആരും തന്നെ ആദിലേക്ക് ഒരു വോട്ടല്ലേ ഉള്ളൂ, ഒരെണ്ണം കൂടി കുത്താന്ന് ഒരെണ്ണത്തിന് ബോധമില്ലെന്ന് തോന്നുന്നു അങ്ങനെ ചിന്തിക്കാനായിട്ട്. ഒരാൾ പോലും അത് ചെയ്തില്ല. ആദ്യം കൂടി നോമിനേഷനിൽ വരണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം ഇനി എല്ലാവരും നോമിനേഷനിൽ വരട്ടെ, വന്നിട്ട് ഏറ്റവും വീക്ക് പ്ലെയർ ആയിട്ടുള്ള ആൾ പുറത്തു പോട്ടെ എന്നാണ് ഞാൻ ഇവിടെ വിചാരിക്കുന്നത്. അല്ലാതെ അവിടെ നിൽക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പ് തോന്നിയില്ല. കാരണം ആദിലും നൂറയും ഒരുമിച്ച് വന്നാലേ അവരിൽ ഒരാൾ പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും വോട്ട് ഒരാളിലേക്ക് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ നൂറ പോകാനുള്ള ചാൻസ് കുറവാണ്. ഇനിയിപ്പോൾ ഇവിടെ 3 പെണ്ണുങ്ങളാണ് അവിടെ ഉള്ളത്. ആദിലും നൂറയും അനുമോളും 3 പേരാണുള്ളത്. 3 പേരും നെക്സ്റ്റ് വീക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഇനിയിപ്പോൾ ടോപ്പ് 5ലേക്ക് അക്ബറിനെയും ആരിനെയും നെവിനെയും കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് എൻ്റെ പൊന്നു മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ 3 പേര് അവരുടെ പെറ്റ്സ് ആയതുകൊണ്ട് ഈ 3 പേരെ എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ബിഗ് ബോസ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് ആരിനെ അങ്ങ് ചെയ്യിപ്പിച്ചങ്ങ് വിട്ട്
എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നെവിന് ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ആര്യനെയും നെവിനെയും ഇവരെ കൊണ്ടുവരണം, അക്ബറിനെയും കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ് ആണല്ലോ മൊത്തത്തിൽ ബിഗ് ബോസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്ലാനിങ് ഒക്കെ അവിടെ നടക്കട്ടെ. എന്തായാലും അവരുടെ പ്ലാനിങ് പ്രകാരം തന്നെയാണ് അവർ മിക്കതും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുള്ളൂ. പ്രേക്ഷകരുടെ വോട്ടിനെ അവരെത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരാളെ പുറത്താക്കണ്ട ഈ ആഴ്ച എന്നുണ്ടെങ്കിൽ അവർ നോമിനേഷനേ വേണ്ടാന്ന് വെക്കും. അല്ല, ഒരാളെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരെ അവർക്ക് വേണ്ടാത്തവരെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ആ ആഴ്ച 2 നോമിനേഷനും വെക്കും. അങ്ങനത്തെ പല കൂട്ടായ്പും ബിഗ് ബോസ് കാണിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യട്ടെ. എന്തായാലും ലാസ്റ്റ് വരുന്ന സമയത്ത് പ്രേക്ഷകരുടെ വോട്ടിന് തന്നെയാണ് അവിടെ വാല്യൂ വരുള്ളൂ. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജയിയെ അവർക്ക് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാനായിട്ട് വന്നത്, ഈ എൻഡ്യൂറൻ ടാസ്കിനിടയിൽ ഇവർക്ക് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അനുമോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പം നെവിൻ പുറത്തായതിനു ശേഷം അനുമോളെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനു മര്യാദയ്ക്കല്ല നിൽക്കുന്നത്, അനു ശരിക്കല്ല ഗെയിം കളിക്കുന്നത്, അനു മര്യാദയ്ക്ക് നിൽക്ക്, അനു അവിടെ റെസ്റ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അനുവിൻ്റെ മെക്കെട്ട് ഇങ്ങനെ നെവിൻ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ പറയുന്ന ആര്യനും ഈ പറയുന്ന ആദില, നൂറ എല്ലാവരും നിൽക്കുന്നത് അങ്ങനെയാണ്. സാബു മാത്രമാണ് ആ സമയത്ത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഇത് കേട്ട് 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 വന്നപ്പോൾ ഷാനവാസിന്റെ ദേഷ്യം വന്നു. ഷാനവാസ് കയറി നെവിന്റെ അടുത്ത് മറുപടി പറയുന്നുണ്ടായിരുന്നു. അല്ല, നീ അവളെ മാത്രമേ കാണുന്നുള്ളൂ, ഇവിടെ എല്ലാവരും നിൽക്കുന്നത് അങ്ങനെയാണ്, തുടക്കം മുതൽ ആര്യൻ ഇവിടെ നിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് നിനക്ക് കണ്ണി കാണുന്നില്ലേ? അനു പറയുന്നത് മാത്രമേ ഉള്ളൂ നിനക്ക് പ്രശ്നം, നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇത്ര നേരമായിട്ട് നീ വിളിച്ച് പറഞ്ഞിട്ട് ബിഗ് ബോസ് അവിടെ നിന്ന് റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. അപ്പൊ ബിഗ് ബോസിന് അറിയാൻ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് എന്നീ കാണിക്കണ്ട. ആ സമയത്ത് നെവിൻ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എത്ര നേരം നിൽക്കാൻ പറ്റുന്നവരുടെ വന്നു നിന്നപ്പോൾ ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. എന്തായാലും അനുമോള് പറഞ്ഞതിന്റെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു, മൊത്തത്തിലൊരു ചൊറുക്കുണ്ടല്ലോ ബിഗ് ബോസിനെ. നെവിൻ പുറത്തായതല്ലേ, ഇറങ്ങുമെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അവിടെ ഷാനവാസ് പറഞ്ഞു, മനസ്സിലായില്ലേ, നീ നിന്റെ കാര്യം നോക്കുന്നതാണ് ബിഗ് ബോസ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ നെവിന്റെ വായ അവിടെ അടഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷാനവാസ് കൂട്ടിക്കേണ്ട സ്ഥലത്ത് ആ പോയിന്റ് നോക്കി കൊടുത്തു എന്നുള്ളത്. എന്താ വെച്ചാൽ നെവിനെ സംബന്ധിച്ചിടത്തോളം ആര്യൻ എങ്ങനെ നിന്നാലും നെവിന് വിഷയമല്ല. അനുമോൾ എങ്ങനെ നിൽക്കുന്നു, അനുമോളെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാം, അനുമോളെ എങ്ങനെ പുറത്താക്കാമെന്ന് മാത്രം. അല്ല, ഗെയിമാണ്, ഒരാളെ പുറത്താക്കാനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന മോശമല്ലേ. അതായത് തന്റെ കൂടെ നിൽക്കുന്നവരെ സേഫ് ആക്കുക, എന്നിട്ട് എതിർകക്ഷിയെ അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആണെന്ന് ആദ്യം പറയും, പിന്നെ പറയും ഏറ്റവും വീക്ക് ആണെന്ന്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയെ പുറത്താക്കാനായിരിക്കും നെവിൻ ഉദ്ദേശിക്കുന്നത്, അനുമോൾ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളത്. പക്ഷേ എൻ്റെ നെവിനെ ചെയ്യുന്നത് കുറച്ച് ബോറാണ്. കാണിക്കുമ്പോൾ നമുക്കും കൂടി തോന്നണ്ടേ അത് മര്യാദയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൂടി തോന്നണ്ടേ. അത് തോന്നാത്ത നിലയ്ക്ക് നെവിനെ ഭയങ്കര ബോറാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം കോമഡി ആയിട്ട് നമുക്ക് തോന്നില്ല. ഇന്ന് അനുമോള് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നെവിൻ കിടന്ന് ഉറങ്ങുന്നത് കണ്ട സമയത്ത് ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ടായിരുന്നു, നെവിനെ എല്ലാം കോമഡി അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി ഇത്രയും ആഴ്ചയായി ഇനിയും കോമഡി കളിക്കാൻ നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ മുന്നോ എന്തോ ഒരു അത്ഭുതം നടന്നു എന്നാണ് ഇപ്പോൾ തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും പ്രത്യേകത ഇതൊന്നും ഇല്ല എന്ന് ബിഗ് ബോസ് അവിടെ വിളിച്ച് പറഞ്ഞത് അനുമോള് പറഞ്ഞ ആ ഒരൊറ്റ കൊണ്ടാണ്. എന്തായാലും അനുമോളുടെ ആ ഒരു നോമിനേഷൻ കാണാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ്. എപ്പിസോഡിൽ അതുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നൈസായിട്ട് അത് ബിഗ് ബോസ് മുക്കി എല്ലാവരുടെ അടുത്തും അത് എത്തിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പൊ നമുക്കറിയാം 9 മത്സരാർത്ഥികൾ അവിടെ നിന്നിട്ട് ഇനിയിപ്പോ നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കതും ആര്യനും സാബുവും തമ്മിലാണ് അവിടെ കൂടുതൽ മത്സരം വരാനുള്ള ചാൻസ് ഉള്ളത്. ഇതേപോലെയുള്ള എൻഡ്യൂറൻ ടാസ്ക് വരുന്ന സമയത്ത് ആര്യൻ നന്നായിട്ട് കളിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സാബുവും മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ ബിഗ് ബോസ് അവിടെ ഫേവറേഴ്സ് കാണിച്ചിട്ട് ആര്യനെ സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമാവാതെ വന്നത്. ആര്യൻ കളിച്ച് ജയിക്കട്ടെ, കളിച്ച് ജയിക്കുന്നതോട് നമുക്കും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കളിച്ച് വിഷമിച്ച് ജയിക്കുമ്പോൾ അത് നമ്മൾ അംഗീകരിച്ച് പറ്റും. പക്ഷേ ഇവിടെ സാബുവും ആര്യനും ഒരുമിച്ച് നിന്നുന്നുണ്ട്. ആദ്യം കൈവിട്ടത് ആര്യനായിരുന്നു. ആര്യൻ അവിടെ സേഫ് ആക്കിയിട്ട് പിന്നത്തെ തവണ വന്ന സമയത്ത് സാബു ജസ്റ്റ് ഒന്ന് വിടുന്നു, ആര്യനും വിടുന്നു. ആ സമയത്ത് സാബു പുറത്തായി എന്ന് പറഞ്ഞിട്ട് ആര്യൻ വിജയിച്ചു എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ ആ നിലപാടുണ്ടല്ലോ, അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ പറയാം.